നമസ്കാരം. വയനാട് പൂക്കോട്ട് വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ മരണം, സർവകലാശാല കലോത്സവത്തിൽ വിധികർത്താവായിരുന്ന ഷാജിയുടെ ആത്മഹത്യ, കലാമണ്ഡലം സത്യഭാമയുടെ കറുപ്പ് പരാമർശം, ഇതൊക്കെ വന്നപ്പോൾ ആശ്വസിച്ചിരുന്നതാണ് SFIO ആ വഴിക്കങ്ങ് പോയെന്ന്. എന്തായാലും കണക്കുകൂട്ടലുകളെല്ലാം പിഴച്ചു. ഇപ്പോൾ ED പടിവാതിൽക്കലെത്തി നിൽക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ മുഹമ്മദ് റിയാസിന്റെ IT കമ്പനിയായ എക്സാലോജിക്കും കരിമണൽ കമ്പനിയായ CMRL അടക്കമുള്ള 12 സ്ഥാപനങ്ങളും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രാഥമിക അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. ഒന്നാമതേ പിണറായി വിജയനെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് CPM. പറയാൻ പാടില്ലാത്തതെല്ലാം പറഞ്ഞും ചെയ്യാൻ പാടില്ലാത്തതെല്ലാം ചെയ്തും കൂട്ടിയിട്ട് പിണറായിക്ക് കിങ്കരന്മാരുടെ വലയത്തിൽ കറങ്ങി നടന്നാൽ മതി. അനുഭവിക്കുന്നത് മുഴുവൻ അണികളാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിച്ചു ചെല്ലുമ്പോൾ മുമ്പെങ്ങുമില്ലാത്ത തരത്തിലാണ് പൊതുജനങ്ങൾ പ്രതികരിക്കുന്നത് അണികളോട്. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്നതാണ് ഇപ്പോൾ സഖാക്കളുടെ അവസ്ഥ. ഇതേ കേസിൽ തന്നെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. SFIOയുടെ അന്വേഷണത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നതായി കണ്ടെത്തിയിരുന്നു. ഈ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ EDയും അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. കമ്പനി നിയമമനുസരിച്ച് 10 ലക്ഷം രൂപയിൽ കൂടുതലുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തിയാൽ 10 വർഷം വരെ ജയിൽ ശിക്ഷ കിട്ടാവുന്ന 447 വകുപ്പ് ചുമത്താം എന്നാണ് നിയമം. ഈ വകുപ്പ് ഉപയോഗിച്ച കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരം EDക്കും അന്വേഷണം നടത്താം. സാധാരണ കമ്പനി കേസുകളിൽ SFIOയുടെ അന്വേഷണം തുടങ്ങിയാൽ ഇതു സംബന്ധിച്ച മറ്റു ഏജൻസികൾ നടത്തുന്ന അന്വേഷണം നിർത്തിവെക്കണം എന്നാണ് ചട്ടം. അതേസമയം പ്രത്യേകിച്ച് IT സേവനങ്ങളൊന്നും നൽകാതെ 12 സ്ഥാപനങ്ങൾ എക്സാലോജിക്കിന്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം നിക്ഷേപിച്ചതിന്റെ രേഖകൾ കണ്ടെത്തിയിരുന്നു. ഈ 12 സ്ഥാപനങ്ങൾക്കും SFIO നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഈ 12 സ്ഥാപനങ്ങളിൽ ജീവകാരുണ്യ സംഘടനകളും ഉണ്ട് എന്നതാണ് ഏറെ വിരോധാഭാസം. അനാഥാലയത്തിനൊക്കെ എക്സാലോജിക് എന്ത് IT സേവനമാണ് നൽകിയത് എന്ന് കേരളത്തിലെ ജനങ്ങൾ തന്നെ ചിന്തിക്കട്ടെ. തങ്ങൾ എക്സാലോജിക്കിന് നൽകിയ പണത്തിന്റെ സ്രോതസ് വെളിപ്പെടുത്താൻ പണം നൽകിയ സ്ഥാപനങ്ങൾക്കോ എന്തിനാണ് തങ്ങൾ ഈ തുക വാങ്ങിയത് എന്ന് വ്യക്തമാക്കാൻ എക്സാലോജിക് അധികൃതർക്കോ, അതായത് വീണ മുഹമ്മദ് റിയാസിനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ അന്വേഷണത്തിൽ ഉൾപ്പെടുത്താനുള്ള ശുപാർശ SFIO കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന് നൽകിയത്. SFIO ഡെപ്യൂട്ടി ഡയറക്ടർ M. അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇതുവരെ കണ്ടെത്തിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കേസിൽ 447 വകുപ്പും ചുമത്തി. ഇതോടെയാണ് ED അന്വേഷണത്തിന് വഴിയൊരുങ്ങിയത്. രേഖകളിൽ കൃത്രിമം നടത്തിയതായും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 447 വകുപ്പിന് പുറമെ 448 വകുപ്പ് കൂടി ചുമത്തിയിട്ടുണ്ട്. ഈ കേസിൽ ആദ്യം അന്വേഷണം നടത്തിയ ബംഗളൂരുവിലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ടിലും ED അന്വേഷണം വേണമെന്ന് ശുപാർശ ചെയ്തിരുന്നു. അതായത് സേവന കരാറിന്റെ മറവിൽ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽസ് ലിമിറ്റഡുമായി എക്സാലോജിക് നടത്തിയ സംശയാസ്പദമായ പണമിടപാട് കള്ളപ്പണം വെളുപ്പിക്കലിന്റെ പരിധിയിൽ വരുന്നതിനാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കണം. ഇങ്ങനെയാണ് ബംഗളൂരു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് നൽകിയ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. 3 മാസത്തിനിടയിൽ 4ാമത്തെ അന്വേഷണമാണ് മാസപ്പടി ഇടപാടിൽ കേന്ദ്രം പ്രഖ്യാപിക്കുന്നത്. PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ് നൽകിയ പരാതിയിൽ ആദ്യം അനങ്ങാതിരുന്ന കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം ഒടുവിൽ പരാതിക്കാരൻ കോടതിയെ സമീപിച്ചതോടെയാണ് അന്വേഷണം തുടങ്ങിയത്. കള്ളപ്പണ നിരോധന നിയമം അനുസരിച്ച് EDയും അഴിമതി നിരോധന നിയമപ്രകാരം CBIയും അന്വേഷിക്കേണ്ട ഒട്ടേറെ ക്രമക്കേടുകളാണ് പിണറായി വിജയന്റെ മകളുടെ കമ്പനിയായ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയത്. ഈ നിയമലംഘനങ്ങളൊക്കെ കണ്ടെത്തിയെങ്കിലും കമ്പനി നിയമത്തിലെ വകുപ്പ് 210(1) പ്രകാരം ROC 3 ഇൻസ്പെക്ടർമാരുടെ അന്വേഷണമാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത്. കമ്പനി നിയമത്തിലെ 447 വകുപ്പ് അനുസരിച്ച് ഗുരുതരമായ നിയമലംഘനം നടന്നതായി ROC റിപ്പോർട്ടിലുണ്ടെന്നും SFIO അന്വേഷണമാണ് വേണ്ടതെന്നും ആവശ്യപ്പെട്ട് ഷോൺ ജോർജ് വീണ്ടും കോടതിയെ സമീപിക്കുകയായിരുന്നു. കോടതി ഇടപെട്ടപ്പോഴാണ് 211, 212 വകുപ്പുകൾ പ്രകാരം കേന്ദ്രം SFIO അന്വേഷണം പ്രഖ്യാപിച്ചത്. മുഖ്യമന്ത്രിയുടെ നിയന്ത്രണാധികാരമുള്ള KSIDCക്ക് ഓഹരി പങ്കാളിത്തമുള്ള CMRL മുഖ്യമന്ത്രിയുടെ മകളുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തി എന്നാണ് ROC കണ്ടെത്തിയിരിക്കുന്നത്. റിലേറ്റഡ് പാർട്ടിയുമായി നടത്തിയ ഇടപാടിന് അഴിമതിയുടെ സ്വഭാവമുണ്ടെന്നും അഴിമതി നിരോധന നിയമപ്രകാരം ഈ കേസ് CBI അന്വേഷിക്കണമെന്നും റിപ്പോർട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ CBIക്ക് ഈ അന്വേഷണത്തിൽ പങ്കാളികളാകുകയും ചെയ്യാം. എന്തായാലും അരവിന്ദ് കെജ്രിവാളിന് പിന്നാലെ PVയും മകളും തീഹാറിലേക്ക് പോകുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്.